നിങ്ങൾക്കൊരു മദതുമില്ല എന്നതിൻ്റെ ഏറ്റവും പ്രൗഢമായ വലിയ ഒരു തെളിവ് ലോകത്തിന് നൽകിയിട്ടാണ് കേരള യാത്ര സമാപിച്ചത്. അതെന്താണെന്നറിയോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവ് മിഅ്റാജ് റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജിന് സാക്ഷ്യം വഹിച്ച റജബ് 27. ആ 27ന്റെ രാവിൽ മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ പള്ളികളിലും മശായിഖിന്റെ സദസ്സുകളിലും ഒരുമിച്ചുകൂടി മിഅ്റാജ് മൗലിദും അതുപോലെയുള്ള അദ്കാറുകളും ചൊല്ലി ദുആ ചെയ്യേണ്ട സമുദായത്തെ പിടിച്ചുകൊണ്ടുപോയി രാഷ്ട്രീയക്കാരന്റെ പ്രസംഗങ്ങൾ മണിക്കൂറുകൾ കേൾപ്പിച്ച് അവരുടെ സമയം നഷ്ടപ്പെടുത്തി ലോകത്തിനു മുമ്പിൽ AP സമസ്ത വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് മശായിഖുമായി ബന്ധമില്ല, ഞങ്ങൾക്ക് ദീനുമായി ബന്ധമില്ല. ഏതെങ്കിലും ഒരു മശായിഖുമായി ബന്ധമുണ്ടെങ്കിൽ അവർ പറയും, മോനെ ഒരു പരിപാടിക്ക് ഡേറ്റ് വെക്കുമ്പോൾ വിശേഷ ദിനങ്ങളാണോ എന്ന് നോക്കണം. പോകട്ടെ, മുസ്ലിം ജമാഅത്ത് സമസ്ത കടവയ്ക്ക് ഒരു മഹല്ല് കമ്മിറ്റി ഒരു കല്യാണം നിശ്ചയിക്കുകയാണെങ്കിൽ നമ്മളെ കാരണന്മാർ ചോദിക്കൂലേ, മിഅ്റാജിന്റെ ദിവസമൊന്നും അല്ലല്ലോ, ബറാത്തുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ ഉസ്താദെ പ്രത്യേകം നോക്കി, അറഫന്റെ ദിനാണോ, മുഹറം 10 കഴിഞ്ഞിട്ടല്ലേ, എന്താ ഇത് പറയാത്ത ഒരു മഹല്ല് കമ്മിറ്റിയിലെ കാരണന്മാരും കൂടി ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് സമസ്ത എത്ര മുമ്പ് നിങ്ങൾ ഈ സംഭവം നിശ്ചയിക്കുമ്പോ മിഅ്റാജ് രാവാകാൻ സാധ്യതയുള്ള ദിവസം അല്ലെങ്കിൽ അതിന്റെ പകല് നിങ്ങൾ വെക്കാൻ പാടുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഒരു മദതും ഈ ചിന്ത ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഇപ്പം എന്താക്കണം? ന്യൂ ഇയർ കഴിഞ്ഞ് 1 തുടങ്ങണം. അതിന് തുടങ്ങിയാൽ മതി, അവസാനം എവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ട് ഒരു കുഴപ്പമില്ല. എന്നാ പിന്നെ അഥവാ അങ്ങനെ വന്നാൽ ആ രാവും പകലും ഒഴിച്ചിട്ട് അടുത്ത് സമാപിച്ചാ പോരെ? ആദർശയാത്ര നടത്തിയില്ലേ നമ്മൾ? അതിൻ്റെ ഇടയിൽ ആ ബറാഅത്ത് രാവും നോമ്പും വന്നത്. മശായിഖന്മാർ നമ്മളോട് പറഞ്ഞു, യാത്ര 2 ദിവസം നിന്നുകൊണ്ട് ഇവിടെ ഒന്നും വരാനൊന്നുമില്ല. ആ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ യാത്ര പിന്നെ തുടങ്ങുന്നത്. അപ്പോഴേക്ക് എന്തായിപ്പോ? മനുഷ്യർക്കൊപ്പൊക്കെ മൃഗങ്ങൾക്കൊപ്പം ആയിപ്പോ. നിങ്ങൾ ലോകത്തോട് പറഞ്ഞു ഈ രാവ് ഞങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല കേട്ടോ. അതിനും വലിയ രസം എന്താ അറിയോ? വല്ല പ്രത്യേകതയായിട്ട് വല്ല എണ്ണിയിരുന്നത് ഞങ്ങൾ നിശ്ചയിച്ചിരുന്നത് 17-നായിരുന്നു. 17-ാം തീയതി എന്ന് പറഞ്ഞാൽ മിഅ്റാജ് നോമ്പിന്റെ അന്നേ നിലപോലെ നിശ്ചയിച്ചിരുന്നു. അത് ഞങ്ങളെല്ലാവരും കൂടി ദീനിനോടുള്ള ഇഷ്ടം കൊണ്ട് അതിൻ്റെ നേരെ മുമ്പത്തെ ദിവസത്തേക്ക് മാറ്റി. ദീനിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, നോമ്പിന് പരിപാടി വെച്ച ആൾക്കാർ നോമ്പ് വെക്കാൻ പോവും, നോമ്പ് തുറക്കാൻ പോവും. തീറ്റ കഴിഞ്ഞിട്ടല്ലേ സംഘടന ഉള്ളൂ. പള്ളി പഴിച്ചിട്ട് ആരും സംഘടനക്ക് വരുന്നില്ല, എല്ലാവർക്കും ഉറപ്പല്ല പോയി. അപ്പം നോമ്പ് തുറക്കാൻ വേണ്ടി ആള് പോയാൽ ഗ്രൗണ്ട് കാലിയാവും. ചിലപ്പോൾ പേരോടെ തന്നെ മുങ്ങും തിന്നാൻ. കലീത്തങ്ങൾ എന്തായാലും പോവും. അപ്പോ ഈ ഒരവസ്ഥ അവിടെ ഉണ്ടാവുമ്പോൾ ഒരൊറ്റ ആളും ഉണ്ടാവില്ല. എന്നിട്ട് പറയാ ഞങ്ങൾക്ക് മിഅ്റാജിനോടുള്ള ഒരു വലിയ ഉസ്താദിന്റെ ഒരു സൂക്ഷ്മത, വടശ്ശേരി പറയാ ഉസ്താദിന്റെ ഒരു സൂക്ഷ്മത, ഞങ്ങൾ അത്രയും ദിവസം പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയത്. ഈ തയ്യാറാക്കുമ്പോൾ ഇവരൊക്കെ എന്തെടുക്കായിരുന്നു? എന്തേ നിങ്ങൾക്ക് പണി ചങ്ങായിമാരെ? മിഅ്റാജ് വലിയ പ്രധാനപ്പെട്ട ഒരു രാവല്ലേ? എന്നിട്ട് നിങ്ങൾ വലിയ സംഭവമാക്കിയിട്ട് പറയാണ്. ആ വടശ്ശേരി പറഞ്ഞത് എന്ത്? ഞങ്ങളെ ഉസ്താദ് ആ ദിവസം മാറ്റി. അതൊരു സുന്നത്ത് നോമ്പായിരുന്നു, അതിനൊരു പ്രാധാന്യമൊന്നുമില്ല. മദ്രസയിലെ പുസ്തകത്തിൽ പോലും ഞങ്ങൾ പഠിപ്പിക്കണില്ല. അങ്ങനൊരു സുന്നത്തല്ലാഞ്ഞിട്ടും ഞങ്ങൾ ആ നോമ്പിന്റെ ദിവസം മാറ്റി. ചങ്ങന്മാരെ, നോമ്പ് വരുന്നത് എന്തുകൊണ്ടാ അറിയോ? ആ രാത്രിയുടെ പകലായതുകൊണ്ടായിരുന്നു ഓൽക്കണം എന്നാ പറഞ്ഞ്. അതിന്റെ പ്രാധാന്യം കിടക്കുന്നത് ലൈലൻ. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, അഭിനന്ദ അസ്റാ ബി അബ്ദിഹി ലൈലൻ. രാത്രിയിലാണ് ഇസ്രാ മിഅ്റാജ്. അത് നടന്ന ആ രാത്രിക്ക് പഴയ കാലത്ത് തന്നെ വലിയ പ്രത്യേകത. അന്ന് ആളുകളൊന്നും വേറെ പണിയൊന്നും എടുക്കൂല. അന്നത്തെ പണി രാഷ്ട്രീയക്കാരന്റെ പ്രസംഗം കേൾക്കലല്ല. അന്നത്തെ പണി നിങ്ങൾക്കറിയോ? ഇവരെല്ലാം മൊയ്ലിയമാരാണല്ലോ അധികം പിടിച്ചുകൊണ്ടായത്. വലിയമാർ പോയില്ലെങ്കിൽ എത്ര ഉസ്താദുമാർ വിളിച്ചു, ഉസ്താദേ
പള്ളിയിൽ മേറാജിൻ്റെ സദസ്സാണ്, പക്ഷെ പോകാഞ്ഞാൽ പിരിച്ചുവിടും. എത്രയോ പള്ളികളിൽ മെഹറാജിന്റെ രാവുകൾ ഇല്ലാതെയായി. ഒരുപാട് ഉമറാക്കൾ കംപ്ലൈന്റുമായി വന്നു. ഒരു സ്ഥലത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാളെ പറഞ്ഞയച്ചരുമോ? ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും അടച്ചുപൂട്ടി സാബിക്ക് പോരിയെന്ന്. പിന്നെ അവിടെ കണ്ടല്ലോ, അങ്ങനെ വന്നോലും ഉണ്ട്. എന്തായി ഇപ്പൊ അവസ്ഥ? എല്ലാരും കൂടി കൊണ്ടുപോയിട്ടൊരു മെഹറാജ് പോകട്ടെ, മെഹറാജ് സംഗമം മുട്ടിപ്പടയിൽ കൊല്ലത്തെ റജബിരുവത്തെ ഉണ്ടായിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് മതമില്ല എന്നുള്ളതിന്റെ വലിയ തെളിവാണ്. ആ വടശ്ശേരി ആദ്യം പറയണമെന്ന് നിങ്ങൾ കേൾക്കണം കേട്ടോ. അയാൾ വേണ്ട ഒരു സംഭവം പറയുന്നുണ്ട്. ഇവരെ നമുക്ക് മശായിഖന്മാർ കാണിച്ചു തരാണ്. ഒരു രാത്രിയിൽ നടന്ന 2 സദസ്സുകൾ. ഒന്ന് പിണറായിയുടെ തദ്ബീർ, മറ്റൊന്ന് യഹിയൽ ബുഖാരി തങ്ങളും ശൈഖുനയും നയിച്ച സദസ്സും. പിണറായിന്റെ ഭാഗം പറയും, അതല്ലട്ടോ എൻ്റെ വിഷയം. ഇവര് ആ രാവിനെ മൂപ്പർക്ക് ഇതൊക്കെ കണക്കന്നല്ലേ, ഇവർക്കും അതുപോലെ തന്നെ ആയി. അതാ നമ്മളെ വിഷയം. അപ്പൊ പറയട്ടെ, വടശ്ശേരി ഒന്ന് പറയട്ടെ. സംഘടന എന്നാലോ ദീനീയായ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ല. ഈ കേരള യാത്ര സമാപിക്കേണ്ടത് 17-ാം തീയതിയാണ്. 17-ാം തീയതി അന്ന് മെഹ്റാജിന്റെ നോൽമ്പാകും എന്ന് നമ്മൾ കരുതിയിട്ടില്ല. കാരണം മാസം ഇപ്പുറത്താകാം. എന്താക്കി കരുതാതെ പോയത്? ഇപ്പുറത്താവാ അപ്പുറത്തു ആവാലോ. മാസപ്പിറവി വരുമ്പോ ഒന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടാവും. നിങ്ങൾ കരുതണല്ലോ. കരുതൂലങ്ങള്, കാരണങ്ങൾ ശൂന്യല്ല. ഒന്ന് തൽക്കാലം പറയട്ടെ. പറയട്ടെ. നമ്മുടെ സംഘടന എന്നാലോ ദീനീയായ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ല. ഈ കേരള യാത്ര സമാപിക്കേണ്ടത് 17-ാം തീയതിയാണ്. 17-ാം തീയതി അന്ന് മെഹ്റാജിന്റെ നോൽമ്പാകും എന്ന് നമ്മൾ കരുതിയിട്ടില്ല. കാരണം മാസം ഇപ്പുറത്താകാൻ സാധ്യത വിചാരിച്ചു. പക്ഷേ നമ്മള് 17 നിശ്ചയിച്ചു. അതിപ്പോ നോൻപായി. ഇപ്പൊ എന്താ, കേവലം ഒരു സുന്നത്ത്. നമ്മളെ മദ്രസ പാഠപുസ്തകത്തിൽ പോലും ഈ നോമ്പിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ, അത് മുഅക്കദല്ലാത്തതുകൊണ്ട് കുട്ടികളെ നിർബന്ധിപ്പിക്കേണ്ടാവുന്ന നിലയ്ക്ക്. പിന്നെ അവര് വലുതാവുമ്പോൾ ചെയ്യും, അത് മനസ്സിലാക്കി പഠിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. പക്ഷേ AP ഉസ്താദിന്റെ സ്ഥിതി അതല്ല. അത് ഒരു സംഘടനാ പ്രവർത്തനം കൊണ്ട് ചെറുതെങ്കിലും ഒരു ദീനീ കാര്യം മുടങ്ങിപ്പോയിക്കൂടാ. അതാണ്. അതുകൊണ്ട് അന്ന് നിർത്തിയ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ 6000-ഓളം വളണ്ടിയേഴ്സ് തീവണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് റീഫണ്ട് ചെയ്യാൻ പലതും പ്രയാസമായിരിക്കും. ബസ് ബുക്ക് ചെയ്തിട്ട് അതൊന്നും മൂപ്പർക്ക് ബാധകമല്ല. ഒരു സുന്നത്ത് നോമ്പ് അതിന്റെ പേര് നമ്മളെ കൊണ്ട് കളയാൻ പറ്റൂല. നമ്മളെ മഹാനായ EK മുസ്ലിയാർ ബാപ്പുട്ടിസ്ഥാനൊക്കെ വിശദീകരണം. ആ നോമ്പിനെ ചെറുതാക്കിയ രൂപം നോക്കിങ്ങള്. നമ്മളെ മദ്രസ പാഠപുസ്തകത്തിൽ പോലും അത് പഠിപ്പിക്കുന്നില്ല. കാരണം മുഅക്കദായ സുന്നത്തല്ലാത്തോണ്ട്. മുഅക്കദായ സുന്നത്തെ പഠിപ്പിക്കുങ്ങള് അങ്ങനെയുണ്ടോ? ഇനി മുഅക്കദല്ലാന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? മുഅക്കദ് ആണെങ്കിൽ മനസ്സിലായല്ല, ശക്തമായി സുന്നത്തുള്ളത്. അല്ലാന്ന് താങ്കളോട് ആരാ പറഞ്ഞേ? അത് സുന്നത്താണെന്ന് രേഖപ്പെടുത്തിയതാരാ? ഫുഖഹ ആണ്. ഫത്ഹുൽ മുഈനിന്റെ വിശദീകരണം ഇആനത്തു ത്വാലിബീൻ. അതൊന്നും പോരെ നിങ്ങൾക്ക് മദ്രസ ബുക്കിൽ ഇത് എഴുതാൻ? ഇആനത്ത് പറഞ്ഞാൽ പോരെ? ഇഹ്യ പറഞ്ഞാൽ പോരെ? ബാജൂരി പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് ഇനി ആനത്തലവട്ടം പിന്നെ ആനത്തലയോളം വലിയ സംഭവത്തിൽ എഴുതണോ? നിങ്ങളെ മദ്രസ ബുക്കിന്റെ അവസ്ഥയുള്ളപ്പത് ആ നോമ്പാണോ ശക്തിയായ സുന്നത്ത്? കാരണം എന്താ അറിയോ, അന്ന് നോമ്പ് വെൽക്കാൻ സുന്നികളെ ഉണ്ടാവുള്ളൂ. ഒരൊറ്റ വഹാബിക്കും അതിൽ നോമ്പുണ്ടാവില്ല, കൂറില്ല. സുന്നികൾ മാത്രം നോക്കണ നോമ്പാണ് ഏത്? മെഹ്റാജിന്റെ നോമ്പും ബറാത്തിന്റെ നോമ്പും. ഒരൊറ്റ വഹാബിക്കും അന്ന് നോമ്പുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും ശക്തമായ നോമ്പാ. ഏത് നോറ്റില്ലെങ്കിലും അത് നോൽക്കണം. അതുകൊണ്ടല്ലേ അന്നിവിടെ ഭയങ്കര സംഭവമല്ലേ. അപ്പൊ വലിയ പൊട്ടത്തര പറഞ്ഞ് മദ്രസ ബുക്കിൽ പോലും ഒരു സുന്നത്തിനെ ചെറുതാക്കുക. ആ നോമ്പ് എന്തിനാന്ന് നിങ്ങൾക്കറിയോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് റബ്ബുമായി നേരിട്ട് സംഭാഷണം നടത്തിയെന്നത്. റജബ് 27 അന്നത്തെ മെഹ്റാജ് ദാത്തിയും റൂഹിയുമായ മെഹ്റാജാ. റൂഹിയായ ആത്മീയമായ മെഹ്റാജുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്നാൽ ആ പരിശുദ്ധ ദാത്ത് തന്നെ നേരിട്ട്
അള്ളാഹുവിനെ കണ്ട ഏറ്റവും വലിയ മേറാജ് അത് തന്നെ എവിടെന്ന് തുടങ്ങി? ഉമ്മുഹാനി എന്ന അമ്മായിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി. ആ വീട്ടിൽ നിന്ന് നേരെ എത്തിയത് മസ്ജിദുൽ ഹറാമിലേക്കാണ്. കഅബ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. അല്ലാഹു ആദ്യമായി ആളുകൾക്ക് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാഹ് സ്ഥാപിച്ച പള്ളി അതാണ് മസ്ജിദുൽ ഹറാം. കഅബയെ ചുറ്റി നിൽക്കുന്ന പള്ളി. അവിടെ നിന്ന് തുടങ്ങിയ മഹത്തായ യാത്ര 7 ആകാശങ്ങളും കടന്ന് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു അവന്റെ അടിമയായ മുത്തു റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടെ നിന്ന് അങ്ങോട്ട് 7 ആകാശങ്ങളിലേക്ക്, സിദ്റത്തുൽ മുൻതഹയിലേക്ക്, സ്വർഗവും നരകവും അടക്കമുള്ള അത്ഭുതങ്ങളുടെ ലോകത്തേക്ക്. അതിന്റെ എല്ലാം കഴിഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ അവിടെ നിൽക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ? അവിടെ വെച്ച് പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഇനി വന്നാൽ ഞാൻ തന്നെ കരിഞ്ഞു പോകും. അതല്ലേ പറഞ്ഞത്? അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ ഹത്താ ലിബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ്. ബഹ്റുന്നൂരിലെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നിന്നു. അവിടെ നിങ്ങൾ പോയി സംഭാഷണം നടത്തും, അനുമതിയില്ല. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ആത്മീയ ലോകത്ത് വെച്ച് അള്ളാന്റെ റസൂലിനെ ഹെൽപ്പ് ചെയ്തു. അവിടുന്ന് ചരിത്രം പാഠമല്ലേ അത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിനെ നേരിട്ട് റഅയ്തു റബ്ബി ബിഐനയ്യ, എൻ്റെ 2 പണ്ടൊക്കെ അർത്ഥമങ്ങനെ തലയിൽ മുളച്ച കണ്ണുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റബ്ബിനെ കണ്ട് സംസാരിച്ചു. അതിന് ശുക്റായിട്ടാണ് നോമ്പ്. അപ്പൊ ഇതിന്റെ കാരണം ഭയങ്കര കാരണമാണ്. ആ കാരണം ഏറ്റവും വലുതാണ്. അതുകൊണ്ട് അതിന്റെ ലഘൂകരിക്കാനൊന്നും ഒരു മുസ്ലിം ജമാഅത്തുകാരനും നോക്കണ്ട. ഈ ജമാഅത്തെ ഇസ്ലാമി ആയി പോകുന്നല്ലാതെ അതിന്റെ പവറിൽ തന്നെ നോൽക്കാൻ അഹ്ലുസുന്നയുടെ ചുണക്കുട്ടികൾ റെഡിയാണ്. ഇവിടെ മുജാഹിദിന്റെ കൂട്ടത്തിലേക്ക് ഇയ്യാണ് പോയിക്കോ, എന്നിട്ട് അതിനൊരു വിലയില്ലാതാക്കുക. എന്നിട്ട് പറയാന്ത് നോമ്പുണ്ടായത് കൊണ്ട് ടിക്കറ്റ് വരെ റീഫണ്ട് കിട്ടാത്തിട്ടും ഞങ്ങൾ മാറ്റി. ഒന്നാലോചിച്ചൂടെ? ഈ നോമ്പ് എന്തുകൊണ്ട് വന്നു? മെഹ്റാജ് സംഭവിച്ചതുകൊണ്ട്. മെഹ്റാജ് എപ്പോഴാ സംഭവിച്ചത്? ലൈലൻ, രാത്രിയിൽ. അപ്പൊ ഈ പകല് തുടങ്ങുന്നതിന് മുമ്പുള്ള രാത്രി നിങ്ങൾ പകല് തിന്നാൻ വേണ്ടി ഒഴിവാക്കി നാളെ പോയി പറയണേ. അത് ഒഴിവാക്കുന്നതിന്റെ എത്രയോ മുമ്പ് ഒഴിവാക്കണ്ടേ നിങ്ങൾ ആ രാത്രിയിലെ പ്രോഗ്രാം? ഏതായാലും മാറ്റല്ലേ? അതെന്താ നിങ്ങൾക്ക് ഒരു 15-നാക്കിയാൽ, ഇല്ലെങ്കിൽ 16, 17, 18-നാക്കിയാൽ? അപ്പൊ എന്താ ആക്കാൻ നിങ്ങൾക്ക് തോന്നാത്തത്? നിങ്ങൾ വിളിച്ചു പറയുകയാണ് ഇതിലൂടെ, ഞങ്ങൾ അഹ്ലുസുന്നയല്ല, ഞങ്ങൾക്ക് മശായിഖുമായി ബന്ധമല്ല, ദീനുമായി ഞങ്ങൾക്ക് ബന്ധമല്ല. കാരണം ഈ പുണ്യരാത്രിയെ പോലും മാനിക്കാത്തവരാണ് ഞങ്ങൾ. ഇതല്ലേ ഇതിന്റെ അർത്ഥം? ഇനി ആരാ ഇത് പഠിപ്പിച്ചത് എന്നറിയാം നിങ്ങൾക്ക്? മിഅ്റാജിന്റെ രാത്രിയുടെ മഹത്വം ഇവിടെ പഠിപ്പിച്ചത് ഔലിയാക്കന്മാരാണ്. മഹാനരായ സുൽത്താനുൽ ആരിഫീൻ വടകര മമ്മദാജി തങ്ങൾ ഉപ്പാപ്പ അവര് മിഅ്റാജ് നേർച്ച തന്നെ സംഘടിപ്പിച്ചു. മഹാനരായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഒരു ദിവസം, ഒരു വർഷം പോലും ഒഴിവാകാതെ അവരുടെ വടകര ഓരുണ്ടല്ലോ എന്ന് അവരുടെ ഹയാത്ത് കാലത്ത് തന്നെ തുടങ്ങിയതാ. ഇ.കെ. ഉസ്താദ് അതിൽ പങ്കെടുക്കുമായിരുന്നു. വലിയ വലിയ ഔലിയാക്കന്മാര് അതിനെന്തൊരു മഹത്വ കൽപ്പിച്ചത്. ആ കാലത്ത് തന്നെ ജീവിച്ച വലിയ മഹാൻ ബഹുമാനപ്പെട്ട തായക്കോട് ഹസനുസ്സാഹിദ് തങ്ങൾ, ഹസൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, പ്രത്യേകം മിഅ്റാജ് നേർച്ച നടത്തിയ പ്രഗൽഭരായ ഔലിയാക്കളിൽ മശായിഖുമാരിൽ ഉള്ള പ്രധാനിയാണ്. ഹസനുസ്സാഹിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, വടകര മമ്മദാജി തങ്ങൾ ഉപ്പാപ്പയെ പോലെ, മടവൂര് ശൈഖുനയെ പോലെ, അതുപോലെയുള്ള ഔലിയാക്കളും മഹാന്മാരും ആ രാവിന്റെ മഹത്വം എത്രയാണ് പഠിപ്പിച്ചത്? മനസ്സിലായിട്ടില്ലേ? ഇനിയും